പെൻഷൻ കുടിച്ച ഉടനെ തന്നു തീർക്കുക, അതാത് മാസങ്ങളിൽ പെൻഷൻ തരിക, പ്രതിദിനം 100 രൂപ ക്രമത്തിൽ മാസം 3000 രൂപ പെൻഷൻ അനുവദിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ക്യാൻസർ രോഗികൾ കടന്നു പോകുന്നത്. ക്യാൻസർ രോഗികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായ രീതിയിലുള്ള പെൻഷനൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ക്യാൻസർ സംരക്ഷണ സമിതിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? കേരളത്തിലെ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം, അതായത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് ഇവിടെ ധർണ ഉപരോധം ഏർപ്പെടുത്തിയത്. നമ്മുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ കുടിശ്ശിക നൽകുക. 6 മാസം 8 മാസം പലർക്കും പല രീതിയിലാണ് കുടിശ്ശിക കിടക്കുന്നത്. ആ പെൻഷൻ കുടിശ്ശിക ഉടനെ തന്നു തീർക്കുക, കൃത്യസമയത്തിന് അതാത് മാസങ്ങളിൽ പെൻഷൻ തരിക, പ്രതിദിനം 100 രൂപ ക്രമത്തിൽ മാസം 3000 രൂപ പെൻഷൻ അനുവദിക്കുക. KSRTC ബസ്സിൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ പാസ് അനുവദിക്കുക. ചികിത്സ നടത്തി മണ്ണും വീടും നഷ്ടപ്പെട്ട ക്യാൻസർ രോഗികളുടെ കുടുംബങ്ങളെ താങ്ങിയെടുത്ത് മണ്ണും വീടും കൊടുത്ത് അവരെ സംരക്ഷിക്കുക. ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ ഉപരോധം സംഘടിപ്പിച്ചത്. എല്ലാം പേഷ്യൻ്റ് രോഗികൾ മാത്രമാണ്, അല്ലാത്തവരാരും പങ്കെടുത്തിട്ടില്ല. ഈ പങ്കെടുക്കാൻ ആരെയും നമ്മൾ ഫോണിൽ വിളിക്കുകയോ അല്ല നേരിട്ട് കാണുകയോ ചെയ്തില്ല. നമ്മൾ ഈ പോസ്റ്റെങ്കിലും വാട്സാപ്പിലൂടെയാണ് ആൾക്കാർ വന്ന് പങ്കെടുത്തത്. ഇപ്പോൾ 2 ജില്ലകളുടെ രോഗികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറച്ച് പേര് രോഗികളായതുകൊണ്ട് അവർക്ക് ഇരിക്കാക്കാതെ ഈ ഉദ്ഘാടനത്തിന് മുമ്പ് അവർ വീട്ടിൽ പോയി കഴിഞ്ഞു. ഇവരും പോകാൻ ബുദ്ധിമുട്ടിക്കണം. നമ്മൾ ചാനലിൽ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോഴത്തന്നെ നമ്മളും പോകാനായി ബാനറൊക്കെ അഴിച്ച് നമ്മൾ പോവുകയാണ്. പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. സഹകരിക്കണം. ഇതിന് ഒരു പരിഹാരം ഉടനടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കിടപ്പ് രോഗിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തീരുമാനമുണ്ടാകുന്നത് വരെ ഇവിടെ കിടന്ന് നമ്മൾ സമരം ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ക്യാൻസർ രോഗികൾ കടന്നു പോകുന്നത്. 1000 രൂപയായിരുന്നു ഇവർക്ക് പെൻഷൻ ലഭിച്ചിരുന്നത്. ഇപ്പോൾ അതും ലഭിക്കുന്നില്ല. 3000 രൂപ പെൻഷൻ ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ ഭൂമിയില്ലാത്ത ക്യാൻസർ രോഗികൾക്ക് ഭൂമി കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുശ്വര, വിസ്മയ, തിരുവനന്തപുരം.